ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് വിത്ത് ഗൗരി പാർവതി. എനിക്കറിയാം, ഞാൻ കുറേ ദിവസമായി ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ വളരെ കൺസിസ്റ്റൻ്റായിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചൊരു ചാനലായിരുന്നു. ഡ്യൂ ടു സം ഇഷ്യൂസ് എനിക്കത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി എനിക്കത് തിരിച്ച് കൊണ്ടുവരണമെന്നുണ്ട്. ബിക്കോസ് ഞാൻ എൻ്റെ കോളേജ് ഫൈനൽ ഇയറിലാണത് തുടങ്ങുന്നത്. അപ്പോൾ ട്രെയിനിങ്, ഇൻറ്റേൺഷിപ്പൊക്കെ ആയിട്ട് എനിക്കത് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആൻഡ് അതിനുശേഷം വീട്ടിൽ വന്നു. ഇപ്പോൾ വീട്ടിൽ വന്ന് കോഴ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലിരുന്നിട്ടൊരു 2 മാസം ആവാറായി. എന്തോ കുറച്ച് റെസ്റ്റ് വേണമെന്നൊക്കെ തോന്നി കുറച്ച് നാൾ. സോ ഇപ്പോൾ കുറച്ച് ബോറടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പഴയ പോലെ വീഡിയോസൊക്കെ ഇട്ട് അടിപൊളിയാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ. സോ ഞാൻ കുറച്ചൊരു കാര്യം പറയാം. സ്റ്റോറീസ് വിത്ത് ഗൗരി പാർവതി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്, എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഇങ്ങനെ സ്റ്റോറീസ്, ഇപ്പോൾ എൻ്റെ കോളേജിൽ എൻ്റെ ബാച്ച്മേറ്റ്സ് ഒക്കെ പറയും ഐ എം എ ഗുഡ് സ്റ്റോറി ടെല്ലർ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ സ്റ്റോറി പറയാൻ തുടങ്ങിയാൽ മറ്റേ ഈ വിഷ്വലൈസ് ചെയ്യുന്ന പോലെ ഞാൻ സ്റ്റോറി പറയുമെന്നാണ് അവർ പറയുന്നത്. ഒരു കുഞ്ഞു കാര്യം പോലെ നമുക്കിങ്ങനെ പറഞ്ഞ് കഥ പോലെ പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കേൾക്കുന്ന ആൾക്കും കൂടെ അത് ഫീൽ ചെയ്ത് കഥകൾ പറയാനാണ് ഞാൻ ശ്രമിക്കാറ്. സോ അത് എൻ്റെ ഫ്രണ്ട്സ് എൻജോയും ചെയ്യുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. അതിൻ്റെ ഒപ്പം എനിക്ക് പടം വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. സോ ഐ ക്യാൻ ഡൂ മൈ ആർട്ട് വിത്ത് എ ലോട്ട് ഓഫ് ടോക്സ്. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. പക്ഷേ വിചാരിച്ച പോലെ അങ്ങോട്ട് കുറേ കൊണ്ടുപോകാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഐ വിൽ ഹോൾഡ് ഓൺ ടു മൈ തീം. സോ ഹോസ്റ്റലിൽ, കോളേജിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ടീംസാണ്. അപ്പോൾ അവിടുന്ന് വീട്ടിൽ വന്നിട്ട് ഭയങ്കര ബോറടി ആണ്. നമ്മൾ അധികം ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇവിടെ ചെയ്യാൻ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, ഇഷ്ടംപോലെ പണികളുണ്ട്. ഞാനും വയ്യ, വെറുതെ ഇരിക്കാനും വയ്യ എന്നുള്ള ഒരു കണ്ടീഷനാണ്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ചൈത്രാഹരി, പറയും എപ്പോഴും വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമില്ല, ഒക്കെ ടൈം വെറുതെ ഇരിക്കണം. വെറുതെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ സമയം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് എന്താ പറയാൻ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ, നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ മൈൻഡൊക്കെ എക്സോസ്റ്റഡ് ആകും അല്ലേ. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നിടത്തുനിന്ന് ഇവിടെ വരുമ്പോൾ ലൈക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ യു വിൽ ഫീൽ ലൈക്ക് ഡിഫറെൻറ്റ് ഫീൽ, റൈറ്റ്? സോ അതൊക്കെ അപ്പം അങ്ങനെ ആ ഒരു ഫീലിൽ നമ്മളിങ്ങനെ ഇമേഴ്സ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു ഫീലാണ് തോന്നുക. ലൈക്ക് എല്ലാത്തിനോടും ഒരു ദേഷ്യം തോന്നും, എന്നാൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇഫ് വി ഫീൽ ലൈക്ക് കുറേ മോട്ടിവേഷനിലൊക്കെ കേൾക്കാറില്ലേ, ജസ്റ്റ് മോൻ കഴുകുക, ജസ്റ്റ് വാക്കിന് പോവുക, എക്സോസ്റ്റഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് ലെറ്റ്സ് ട്രൈ ടു ഡൂ സംതിങ് ഡിഫറെൻറ്റ്. നമുക്കൊരു സ്റ്റാർട്ട് കിട്ടാൻ കുറച്ച് പാടായിരിക്കും, ബട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എന്തെങ്കിലും ഒരു കാര്യം പുതുതായി ചെയ്യുക. അപ്പോൾ നമുക്ക് അന്ന് കിടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നൊരു ഫീല് വരികയാണെങ്കിൽ വി വിൽ ബി അപ്ലിഫ്റ്റഡ് ഫ്രം ദാറ്റ്. ആ ഒരു വൃത്തികെട്ട ഫീലിൽ നിന്ന് കുറച്ചൊന്ന് മാറിക്കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഞാനിപ്പോൾ എന്തായാലും ഇന്നെൻ്റെ പടവരപ്പൊക്കെ ആയിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും അത്രയും ഒരു ഫീലാണ് അടിക്കുന്നത് എങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് സം ലിറ്റിൽ തിങ്സ്. ഒരു ചെടി നടുക, അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു റീൽ എടുക്കുക. നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് തുടങ്ങിയില്ലെങ്കിലും അതിനൊരു ശ്രമമെങ്കിലും ഇടണം. സോ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേ ഷുവർ ഐ വിൽ കം അപ്പ് വിത്ത് എ ന്യൂ സ്റ്റോറി ആൻഡ് എ ന്യൂ പിക്ചർ ടു എവ്രി വൺ. So thank you. Bye bye.